ഹലോ കുട്ടീസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അനുരഗ്ന, നിങ്ങളെ സ്വന്തം അനുമിസ് ആണ്. ഓക്കെ, മക്കളെ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് നിങ്ങളുടെ ആനുവൽ എക്സാം, നമ്മുടെ മാത്സ് എക്സാമിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ. സോ നമ്മുടെ എക്സാമിന് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. എക്സാമിന് എന്തായാലും ഈ ഒരു ചോദ്യം ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ബോർഡിലേക്കുള്ള ചോദ്യം ശ്രദ്ധിക്കുക. ഫ്രാക്ഷൻസ് അല്ലെങ്കിൽ പാർട്ട് നമ്പർ, ഈ ഒരു രണ്ട് ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ചോദിക്കാൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ് ഈ ഒരു ചോദ്യം. അപ്പോൾ വായിച്ചു നോക്കാം നമുക്ക് എന്താണ് ചോദ്യം എന്നുള്ളത്. 13 ലിറ്റർ ഓഫ് മിൽക്ക് വാസ് ഫിൽഡ് ഈക്വലി ഇൻ 4 ബോട്ടിൽസ്. 14 ലിറ്റർ പാലുണ്ട്, അത് ഈക്വലി ഒരേപോലെ തുല്യമായിട്ട് എത്ര കുപ്പികളിൽ നിറച്ചു? 4 കുപ്പികളിൽ നിറച്ചിട്ടുണ്ട്. അതിൽ ഒരു കുപ്പിയിലെ പാല് നീനയ്ക്ക് കൊടുത്തു. നീനയ്ക്ക് കിട്ടിയ പാലിന്റെ അളവ് എത്രയാണ്? സോ 13 ലിറ്ററിനെ 4 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്താൽ മതി. സോ 13/4 ലിറ്റർ എന്ന് എഴുതിയാൽ ശരിയാണ്, പക്ഷെ അതിനെ മിക്സ്ഡ് ഫ്രാക്ഷൻ ആയിട്ട് എഴുതാൻ നമ്മൾ പഠിക്കണം. 13-ലെ 4 3 തവണ പോകും. 3 4 12, ബാക്കി 1 എന്ന് വരും. സോ ഇതിന് ആൻസർ ആയിട്ട് കിട്ടിയ 3 ആദ്യം എഴുതുക. ദെൻ റിമൈൻഡറിന്റെ ഡിവൈസർ കൊണ്ട് ഇതുപോലെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. സോ 3 1/4 ലിറ്റർ എന്ന് പറഞ്ഞാലും 13/4 ലിറ്റർ എന്ന് പറഞ്ഞാലും സെയിം ഫ്രാക്ഷൻ ആയിരിക്കും. ഇതാണ് എ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത്. ദെൻ ബി ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ചതുരം വരച്ച് അതിനെ 5/8 ഭാഗം ഷെയ്ഡ് ചെയ്ത് കാണിക്കുക എന്നാണ് പറയുന്നത്. സോ ഒരു ചതുരം വരച്ചു, ഞാൻ അതിനെ എന്ത് ചെയ്തു? 8 ഭാഗങ്ങളായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ഈക്വലി 8 എണ്ണമായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. സോ അതിൽ 5/8 ഭാഗം ഷെയ്ഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 8-ൽ 5 എണ്ണം ഷെയ്ഡ് ചെയ്യണം. അപ്പൊ എന്റെ മക്കൾ ഇതിൽ എത്ര എണ്ണം ഷെയ്ഡ് ചെയ്യുക? 5 എണ്ണം ഞാൻ എന്ത് ചെയ്തു? ഇതിൽ ഷെയ്ഡ് ചെയ്തു. കണ്ടോ, ഇത് കറക്റ്റ് ഷെയ്ഡ് ചെയ്താൽ കുറച്ചുകൂടെ വൃത്തിയിൽ ഉണ്ടാവും. ഞാനിത് സ്പീഡിൽ ഷെയ്ഡ് ചെയ്തു എന്നേ ഉള്ളൂ. ഇനി അടുത്ത നോക്കിക്കേ, ചിത്രത്തിൽ ഷെയ്ഡ് ചെയ്ത ഭാഗത്തെ സൂചിപ്പിക്കുന്ന ഭിന്നസംഖ്യ ഏതാണ്? സോ ഈ രണ്ട് പിക്ചേഴ്സിലും നിങ്ങൾക്ക് ശ്രദ്ധിച്ച് കണ്ടാലേ മനസ്സിലാവും. എല്ലാത്തിനെയും ഒന്നാമത്തെ പിക്ചർ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. സോ ടോട്ടൽ 8 കളികളും ഷെയ്ഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ 8/8. 8 കളികളിൽ 8 എണ്ണവും ഷെയ്ഡ് ചെയ്തു. അപ്പൊ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 8/8 എന്ന് എഴുതാം. എഴുതിക്കൂടെ? 8/8. 8/8 എന്ന് പറഞ്ഞാൽ നമുക്ക് 1 എന്ന് കൊടുത്താലും സെയിം ആൻസർ ആയിരിക്കും വരാം. ഇനി അടുത്ത നോക്കിയേ, 8 എണ്ണത്തിൽ 3 എണ്ണം ഷെയ്ഡ് ചെയ്തു. അപ്പൊ നമുക്ക് 3a/8 എന്ന് എഴുതാം. സിമ്പിളി നമ്മൾ എന്ത് ചെയ്തു? ആ ഒരു പിക്ചറിനെ കൃത്യമായിട്ട് നമ്മൾ കറക്റ്റ് ഭിന്നസംഖ്യയിലേക്ക് മാറ്റി എഴുതി. ഇനി അടുത്തത്, ഒന്നാം കോളത്തിൽ ചില ഭിന്നങ്ങളും രണ്ടാം കോളത്തിൽ അവയുടെ മറ്റൊരു രൂപവും കൊടുത്തിരിക്കുന്നു. സോ നമുക്ക് എന്ത് ചെയ്യണം? ഇതിൽ മാച്ച് ദ ഫോളോയിങ് ചെയ്യണം, അത്രേ വേണ്ടുള്ളൂ. അപ്പൊ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഏതാണ് വരിക? ഒന്നാമത്തതിൽ 8/3. 8/3 നമുക്ക് ചെയ്ത് നോക്കാലോ. 8/3, 8-ൽ 3 2 തവണ പോകും. 2 3 6, ബാക്കി 2. സോ ഇതിനെ നമുക്ക് 2/3 എന്ന് എഴുതാം. എഴുതിക്കൂടെ? 2/3 ഇങ്ങനെ എഴുതാം. 2/3. സോ 8-നെ ഞാൻ എങ്ങോട്ട് ജോയിൻ ചെയ്തു? 2/3ലേക്ക് ജോയിൻ ചെയ്തു. അടുത്ത 1/2. ഈ 1/2നെ എങ്ങനെയാണ് നമ്മൾ മാറ്റി എഴുതുക? 1 × 2 2, 2 + 1 3. സോ ഇതിനെ 3/2 എന്ന് മാറ്റി എഴുതാം. സോ 3/2 എവിടെ? ഇതുകൊണ്ട് ഇവിടെ കിടക്കുന്നു 3/2. ഓക്കെ, ഇനി 2/4നെ എനിക്ക് മാറ്റി എഴുതണം. 2/4നെ മാറ്റി എങ്ങനെ എഴുതുക? അതിനൊന്ന് നേരെ ചെറുതാക്കി എഴുതിയാൽ മതി. അപ്പൊ നേരെ ചെറുതാക്കിയാൽ 1/2 ആയിട്ട് കിട്ടും. സോ 1/2 ആയിട്ട് ഞാൻ എന്ത് ചെയ്തു? മാച്ച് ചെയ്തു. സോ നിങ്ങൾക്കറിയാം, A 2 B 3 C 1 മാച്ച് ചെയ്തത് ഇല്ലേ? A 2 മാച്ച് ചെയ്തത്. A 2 മാച്ച് ചെയ്യുന്നത്. സോ A 2 മാച്ച് ചെയ്യുന്ന ആകെ ഒരു ഓപ്ഷൻ മാത്രമേ അവിടെ ഉള്ളൂ. അതാരാണ്? ഓപ്ഷൻ സി ആണ്. സോ ഓപ്ഷൻ സി ആയിരിക്കും അവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുക. B 3 അല്ലേ? B 3ലേക്കും C 1ലേക്കുമാണ് ജോയിൻ ചെയ്തത്. കറക്റ്റ് ആയിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു രീതിയിൽ ജോയിൻ ചെയ്യാൻ മാച്ച് ദ ഫോളോയിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ നിങ്ങൾക്ക് ചോദിക്കും. അപ്പൊ എന്റെ മക്കൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞു. ഇനി എന്റെ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, ഒരു കുഞ്ഞ് ഹോംവർക്ക് ആയിട്ട് ഇതേപോലെയുള്ള ഒരു പ്രോബ്ലം ഞാനിവിടെ ബോർഡിൽ കൊടുക്കുന്നുണ്ട്. ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇപ്പൊ ചെയ്തത് ഇപ്പൊ തൊട്ട് മുൻപേ കഴിഞ്ഞ ആനുവൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യന്റെ അകത്ത് ഇപ്പൊ ബോർഡിൽ കാണിച്ച ഈ ചോദ്യം കഴിഞ്ഞ മാരത്തോണില് ഞാൻ പ്രഡിക്ഷൻ ആയിട്ട് കൊടുത്ത ചോദ്യമായിരുന്നു. ഇതേ മോഡൽ ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ നമ്മൾ ചെയ്തത് അല്ലെ. അപ്പൊ പ്രഡിക്ഷൻ ആയിട്ട് ഞാൻ ഏത് ക്വസ്റ്റ്യൻ ആണോ പറഞ്ഞത് അതേ ചോദ്യം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ എന്റെ മക്കൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് ഇപ്പൊ ബോർഡിൽ കാണുന്ന ക്വസ്റ്റ്യന്റെ ആൻസറും കൂടെ നമ്മളെ കമന്റ് ബോക്സിൽ പറയാം. അപ്പോൾ എന്താണ് ഉത്തരം എന്ന് കിട്ടാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് മാരത്തോൺ എന്ത് ചെയ്യുക? ഒന്ന് റിവാച്ച് ചെയ്യുക. അതിന് കൂടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇന്ന് കൃത്യം 7:30 നമുക്ക് എന്ത് തുടങ്ങുന്നുണ്ട്? 7:30 കൃത്യം 7 മണിക്കാണ് കേട്ടോ. 7 മണിക്ക് നമ്മളെ മെഗാ മാരത്തോൺ തന്നെ ഉണ്ട്. സോ നിങ്ങൾ എല്ലാവരും ഫ്രണ്ട്സിനൊക്കെ കൂട്ടിയിട്ട് ഇവിടെ ഉണ്ടായിരിക്കണം. അതിന്റെ കൂടെ എന്റെ മക്കളോട് എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം നമ്മളുടെ വജ്ര ബാച്ചിനെ കുറിച്ചാണ്. സോ എന്റെ മക്കൾ എല്ലാവരും ഇനി പോകുന്നത് നമ്മൾ 6ാം ക്ലാസ്സിലേക്കാണ്. സോ 6ാം ക്ലാസ്സിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ. സോ അതിനൊക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഇപ്പോഴേ പഠിച്ചു തുടങ്ങാൻ പോകുന്നു നമ്മളെ വജ്ര ബാച്ചിലൂടെ. സോ ആരെങ്കിലും ജോയിൻ ചെയ്യാൻ മറന്നു വിട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. എന്തായാലും നമ്മളുടെ ഇപ്പൊ ബോർഡിൽ കണ്ട ക്വസ്റ്റ്യന്റെ ആൻസർ എന്തായാലും ചാറ്റ് ബോക്സിൽ പറയാം. അപ്പൊ എന്തായാലും ലൈവിൽ കാണുന്നത് വരെ ബൈ ബൈ, സീ യു.